പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സഹനം ഒരു അനുഗ്രഹമാണ്. എന്നാൽ മനുഷ്യരായ നാം സഹനത്തെ ഇഷ്ടപ്പെടാറില്ല. സഹനത്തെ നാം കാണുന്നത് ശാപമായിട്ടും ദൈവകോപമായിട്ടും ഒക്കെയാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. ഫിലിപ്പി 1:29 വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. 2 തിമോത്തി 3:12 പറയുന്നു, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. 1 യോഹന്നാൻ 2:6 പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നാം എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവരും യേശുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ യേശു നടന്ന വഴിയിലൂടെ, സഹനത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ മനുഷ്യരായ നാം ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നുമില്ല. സഹനങ്ങളെ ധൈര്യപൂർവം നേരിടുവാൻ മനുഷ്യരായ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ സഹനങ്ങളെ അനുഗ്രഹമായി മാറ്റണമെങ്കിൽ യേശുവിൻ്റെ കുരിശിലേക്ക് നാം നോക്കണം. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഓർക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ എത്രയോ നിസ്സാരമാണ് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകും. പിതാവായ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണിത്. യേശുവിൻ്റെ സഹനത്തിൻ്റെ പിന്നിലും പിതാവായ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ടായിരുന്നു. നമ്മുടെ രക്ഷയായിരുന്നു അത്. നമ്മുടെ ആത്മാക്കളെ രക്ഷിച്ച് നാം നിത്യജീവൻ പ്രാപിക്കണമെന്നായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി. കാരണം പാപാന്ധകാരത്തിൽ കഴിയുന്ന നാം ഓരോരുത്തരെയും ദൈവം അത്രമാത്രം സ്നേഹിച്ചു. പാപമില്ലാത്ത യേശുവിനെ പാപമാക്കി മാറ്റി. യേശുവിൻ്റെ തിരുരക്തത്താലാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 പത്രോസ് 2:19 തിരുവചനം പറയുന്നു, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിത്തയോടെ ആ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സഹനവും നാം ചിന്തിച്ചാൽ, ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറും. ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട്. അതാണ് യേശയ്യാ 48:10-11 തിരുവചനങ്ങളിലൂടെ നാം കാണുന്നത്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. നാം ദൈവത്തിൻ്റെ സ്വന്തമായി മാറണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയും. അതിനായി സ്വപുത്രനെ പോലും ദൈവം നമുക്കായി നൽകി. യേശുവിനെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ഏൽപ്പിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ദൈവം അറിയുന്നുണ്ട്. അതെല്ലാം നമ്മുടെ നന്മയ്ക്കായി മാറ്റുകയും ചെയ്യും. അതാണ് റോമ 8:28 നാം കാണുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോസ്തലപ്രവർത്തനം 17:27 സഹനം ഉണ്ടാകുന്നതിന് ഒരു കാരണം നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അതിനാൽ നാം സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് പ്രാർത്ഥന ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുകയല്ല വേണ്ടത്. നമ്മുടെ സഹനങ്ങളെ വൻ കൃപകളാക്കി മാറ്റാനായിട്ട് നാം കുരിശിലേക്ക് നോക്കണം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.